മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥകളിലേക്ക് വരാം. മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലകരായിരുന്നു ജയൻ, വിജയൻ എന്നീ ദേവകൾ. ഒരിക്കൽ മുനികുമാര വേഷധാരികളായ 4 കുട്ടികൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലെത്തി. കാഴ്ചയിൽ കുട്ടികളായതുകൊണ്ടുതന്നെ ദ്വാരപാലകർ അവരെ തടയുകയും ആവോളം പരിഹസിക്കുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ ഉഗ്രതപസ്വികളായ മാനസപുത്രന്മാരാണ് അതെന്ന് ദ്വാരപാലകർക്ക് അറിഞ്ഞിരുന്നില്ല. ക്ഷമ നശിച്ച കുട്ടികൾ കമണ്ഡലുവിൽ നിന്ന് തീർത്ഥമെടുത്ത് ധ്യാനിച്ച് പിന്നെ അത് ശാപവചനങ്ങളോടെ ദ്വാരപാലകരുടെ നേർക്കെറിഞ്ഞു. നിങ്ങൾ 3 ജന്മം അസുരന്മാരായി ഭവിക്കട്ടെ. ഇതായിരുന്നു ആ ശാപവചനങ്ങൾ. ഇത് കേട്ടതും ജയവിജയന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി ആ പാദങ്ങളിൽ വീണ് ശാപമോക്ഷത്തിനായി കേണു. പക്ഷേ മുനികുമാരന്മാരുടെ ശാപഫലം ഒഴിവാക്കാൻ ഭഗവാനും കഴിയുമായിരുന്നില്ല. അഹങ്കാരഫലം അനുഭവിക്കേണ്ടത് തന്നെ. എങ്കിലും മഹാവിഷ്ണു അവരെ സാന്ത്വനിപ്പിക്കാനായി ശ്രമിച്ചു. നിങ്ങൾ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരായി ജനിക്കുകയും നാം തന്നെ അവതാരമെടുത്ത് മോക്ഷം നൽകുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ മുനിമുഖ്യന്മാരിൽ പ്രമുഖനായ കശ്യപ മുനിക്ക് ഏതോ അശുഭമുഹൂർത്തത്തിൽ 2 അസുരപുത്രന്മാർ ജനിച്ചു. ജയവിജയന്മാരുടെ അസുരജന്മമായിരുന്നു ഇവരുടേത്. അങ്ങനെ ഇവർ അതിഭയങ്കര അസുരരാജാക്കന്മാരായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായി തീർന്നു. ത്രിലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ടാണ് ആ അസുരവിത്തുകൾ വളർന്നത്. അവരെ സംഹരിക്കാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും കഴിയുമായിരുന്നില്ല. അസുരസന്തതികളിൽ ഒരാളായ ഹിരണ്യാക്ഷൻ ഗദയുമെടുത്ത് സ്വർഗത്തിലേക്ക് നടന്നു തുടങ്ങി. കണ്ണിൽ കണ്ടതെല്ലാം അയാൾ തച്ചുടച്ചു. സ്വർഗവും തല്ലിത്തകർത്ത് ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് യാത്രയായി. ഈ യാത്രയിൽ അയാൾ ഭൂഗോളവും പിഴുതെടുത്തുകൊണ്ടാണ് പോയത്. ആ പോക്കിൽ ഒരു കളിപ്പന്ത് പോലെ ഭൂമിയെ അയാൾ കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഭൂമി കടലിൽ വീണ് പാതാളത്തിലേക്ക് താണുപോയി. ഭഗവാൻ വിഷ്ണുവിൻ്റെ കിടക്കയായ സർപ്പരാജൻ അനന്തൻ്റെ ഫണങ്ങളുടെ മുകളിലാണ് ഭൂഗോളത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം. അവിടെ സപ്തഫണങ്ങളിൽ ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വിവിധ ഋതുക്കൾ ഉണ്ടാകുന്നു. ഈ ഫണത്തിൻ്റെ മുകളിൽ നിന്നാണ് ഭൂമിയെ അടർത്തി ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് എറിഞ്ഞത്. ഭൂമി കടലിൽ വീണുപോയതോടെ ദേവകൾ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവുമായി നേരിൽ യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ കടലിൽ എറിഞ്ഞത് എന്ന വിവരം അവർ ഭഗവാനെ അറിയിച്ചു. ഭൂമിയെ വീണ്ടെടുത്ത് അനന്തൻ്റെ ഫണങ്ങളെ സ്ഥാപിച്ച് ലോകത്തെ രക്ഷിക്കാമെന്ന് മഹാവിഷ്ണു സമ്മതിച്ചു. അപ്പോൾ തന്നെ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ജീവി പുറത്തേക്ക് വന്നു. അതൊരു ചെറിയ പന്നിക്കുട്ടിയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അത് വളർന്ന് ഒരു മഹാവരാഹമായി തീർന്നു. അത് കണ്ടു നിന്ന ബ്രഹ്മാദി ദേവഗണം ഭഗവാന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു. വരാഹം 7 ലോകവും നടുക്കുന്ന ഒരു മുരൾച്ചയോടെ കടലിലേക്ക് ചാടി. ആഴിയുടെ അടിത്തട്ടിൽ നിന്നും വരാഹം ഭൂമിയെ വീണ്ടെടുത്തു. അനന്തമായ തൻ്റെ തേറ്റയുടെ ഇടയിൽ ഭൂമിയെ ഉറപ്പിച്ചുകൊണ്ട് വരാഹം കടലിൻ്റെ മുകൾ പരപ്പിലേക്ക് പൊങ്ങി വരികയാണ് ചെയ്തത്. പിന്നീട് ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തു. താൻ പിഴുതെറിഞ്ഞ ഭൂമിയെ മഹാവിഷ്ണു പന്നിയായി അവതരിച്ച് വീണ്ടെടുത്തു എന്നറിഞ്ഞ ഹിരണ്യാക്ഷൻ കോപാവേശത്തോടെ മഹാവിഷ്ണുവിനെതിരെ യുദ്ധം ചെയ്തു. ഭഗവാൻ തൻ്റെ അവതാര രൂപത്തിൽ തന്നെ ഹിരണ്യാക്ഷനെ നേരിടുകയും ആ ദുഷ്ടരാക്ഷസനെ വധിക്കുകയും ചെയ്തു. ഹിരണ്യാക്ഷൻ്റെ വധം നടന്നെങ്കിലും ഹിരണ്യകശിപു എന്ന 2ാമത്തെ കശ്യപപുത്രനെ വധിക്കാൻ ഭഗവാന് മറ്റൊരവതാരം കൂടി എടുക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ 2 അസുരന്മാരുടെ വിവിധ ജന്മങ്ങളെ ഉന്മൂലനം ചെയ്യാൻ മഹാവിഷ്ണുവിന് 4 അവതാരങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു എന്നാണ് കഥകൾ പറയുന്നത്.